നമസ്തേ. വൃന്ദാവനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹായാഗഭൂമിയായ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തെയും പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചുള്ള വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ അവസാനം വരെ ഒന്ന് കാണണേ. സൃഷ്ടികാരനായ ബ്രഹ്മാവും സ്ഥിതികായകനായ ശ്രീ മഹാവിഷ്ണുവും കൈലാസ ഹിമശൈല ശൃംഗവാസിയായ ശ്രീ മഹാദേവനും യാഗപരിവാസനത്തിൽ ഒത്തുകൂടിയ ഊര് കൂടിയൂരാവുകയും പിന്നീട് കൊട്ടിയൂരെന്ന് മാറുകയും ചെയ്തുവെന്നാണ് വിശ്വാസം. ശ്രീ പരമേശ്വരൻ്റെ ജടയിൽ നിന്ന് ഒഴുകുന്ന പരിശുദ്ധ ഗംഗാനദിയെപ്പോലെ വിശുദ്ധമായ ബാവലി എന്ന പുണ്യനദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി താലൂക്കിലെ കൊട്ടിയൂരെന്ന ഗ്രാമത്തിലാണ് ഈ യാഗഭൂമി. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന വനപ്രദേശമാണിവിടം. ഈ ക്ഷേത്രത്തെ ദക്ഷിണകാശി, വടക്കീശ്വരം, വടക്കുംകാവ് എന്നിങ്ങനെയും പറയപ്പെടുന്നു. വയനാടൻ ചുരങ്ങളിലെ പാലുകാച്ചി മലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബാവലി പുഴയിൽ തിരുവഞ്ചിയാറെന്ന നീർച്ചാൽ മധ്യത്തിൽ 2 കൽത്തറകളുണ്ട്. ദക്ഷിണ ശിരസ് അറുത്ത രുധിരം വീണുണ്ടായ ചിറയായ തിരുവഞ്ചിറയ്ക്ക് ചുവന്ന മണ്ണ് കലങ്ങിയ നിറമാണുള്ളത്. ഒരു കൽത്തറയായ മണിത്തറയിൽ ഒരു ചെറിയ കുഴിയിൽ സ്വയംഭൂവായ ശിവലിംഗവും മറ്റൊരു തറയിൽ സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലമായി ആരാധിക്കപ്പെടുന്ന അമ്മാറയ്ക്കൽ തറയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. അമ്മാറയ്ക്കൽ തറയ്ക്ക് സമീപം ഗണപതി, ദക്ഷിണാമൂർത്തി എന്നീ സങ്കല്പങ്ങളുടെ സ്ഥാനവുമുണ്ട്. പ്രശ്നവശാൽ ഇവിടെ ക്ഷേത്രം പണിയുന്നതിന് ശ്രീകോവിലിൻ്റെ ഇറവെള്ളം 4 സമുദ്രങ്ങളിൽ വീഴുമെന്ന് കണ്ട് ആ ശ്രമം ഉപേക്ഷിക്കപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു. ക്ഷേത്രമായ ഇവിടെ ഉത്സവ സമയത്തു മാത്രമാണ് ആരാധനയുള്ളത്. കാട്ടിലെ മുളയും ഞെട്ടിപ്പനയോലയും കൗൾനാരും ഉപയോഗിച്ച് മണിത്തറയിൽ താൽക്കാലികമായി മേൽക്കൂര കെട്ടിയുണ്ടാക്കുന്ന ക്ഷേത്രമില്ലാ ക്ഷേത്രം. വാതിലുകളില്ലാത്തതിനാൽ നിവേദ്യ സമയത്ത് പ്രതീകാത്മകമായ കിഴക്ക് ഭാഗത്ത് വസ്ത്രം നീട്ടിക്കെട്ടിയാണ് പൂജ തുടരുന്നത്. ക്ഷേത്രത്തിന് 63 ജന്മസ്ഥാനീകരും 1 വ്യക്തി സ്ഥാനീകനും ചേർന്ന് 64 സ്ഥാനീകരുണ്ട്. യാഗോത്സവ നിശ്ചയങ്ങളും ആചാരങ്ങളും പാലിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. പ്രകൃതിയും മനുഷ്യനും ദൈവവും മഴയും കാടും പുഴയുമെല്ലാം ഒത്തുചേരുന്ന പ്രകൃതിദത്തമായ ആചാരാനുഷ്ഠാനത്തോടെയുള്ള ഒരു മഴയുത്സവമാണ് വൈശാഖോത്സവം. വിശാഖം മുതൽ ഉത്രാടം വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും മകം മുതൽ പിന്നീടുള്ള ദിവസങ്ങൾ ഭൂതഗണങ്ങളുടെ ഉത്സവവുമാണ് സങ്കല്പം. കൊട്ടിയൂർ വനത്തിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന കുറിച്യർ തൻ്റെ അമ്പിന് മൂർച്ച കൂട്ടുന്നതിനായി അടുത്ത് കണ്ട ഒരു ശിലയിൽ അമ്പ് ഉരച്ചു. എന്നാൽ ഈ ശിലയിൽ നിന്ന് രക്തപ്രവാഹമുണ്ടാവുകയും അവർ അടുത്തുള്ള പടിഞ്ഞിറ്റ നമ്പൂതിരിയെ വിവരം അറിയിക്കുകയും ചെയ്തു. നമ്പൂതിരി നിർദ്ദേശപ്രകാരം മണത്തണ അംശത്തിലെ 4 നായർ കുടുംബനായകന്മാരുടെ നേതൃത്വത്തിൽ രക്തം കണ്ട ശിലയിൽ ജലം, നെയ്യ്, പാൽ എന്നിവ അഭിഷേകം ചെയ്തു. എന്നിട്ടും രക്തം നിൽക്കാത്ത സാഹചര്യത്തിൽ ഇളനീർ അഭിഷേകം നടത്തിയപ്പോൾ രക്തപ്രവാഹം നിലയ്ക്കുന്നുണ്ടായിരുന്നു. പ്രശ്നവശാൽ ഈ സ്ഥലം ദക്ഷയാഗം നടന്ന സ്ഥലമാണെന്ന് ഭഗവാൻ ശിവൻ സ്വയംഭൂവായ ശിലയാണെന്നും വെളിപ്പെട്ടുവെന്നാണ് ഐതിഹ്യം. ദക്ഷൻ്റെ യാഗഭൂമിയാണ് കൊട്ടിയൂർ. ദക്ഷ പ്രജാപതി എല്ലാ ദേവന്മാരും ബഹുമാനിച്ചിരുന്നു. ബ്രഹ്മപുത്രനായതിനാൽ നല്ല അഹങ്കാരവും ഉണ്ടായിരുന്നു. ദേവലോകത്തിൽ യാഗം നടക്കവേ അവിടേക്ക് കടന്നുവന്ന ദക്ഷനെ ശിവൻ ആരാധിച്ചില്ലെന്ന് ഉള്ള കാരണവും തന്നെ ധിക്കരിച്ച മകൾ സതീദേവി ശിവനെ പരിണയിച്ചതുമാണ് ദക്ഷന് ശിവനോട് പക തോന്നിയിരുന്നത്. ഇക്കാരണത്താൽ കുപിതനായ ദക്ഷൻ ബ്രഹ്മഹസ്തി യജ്ഞം എന്ന മഹായാഗം നടത്തുന്നു. ഈ യാഗത്തിലേക്ക് ഇളയ പുത്രിയായ സതീദേവിയെയും ശിവനെയും മാത്രം ക്ഷണിക്കാതെ ഒഴിച്ചു നിർത്തി.
ശിവന്റെ വാക്കുകൾ കേൾക്കാതെ സതീദേവി യാഗത്തിനെത്തി. യാഗത്തിൽ ശിവനെ അപമാനിച്ച് ദക്ഷൻ സംസാരിച്ചു. പിതാവിനാൽ അപമാനിതനായ ദേവി ഇത് സഹിക്കാതെ യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. അങ്ങനെ സതീദേവിയായ അമ്മ തൻ്റെ സ്വയം ശരീരം മറഞ്ഞുപോയ ഇടം അമ്മാറയ്ക്കൽ തറയെന്ന പേരിൽ അറിയപ്പെടുന്നു. സ്വന്തം പത്നിയുടെ ത്യാഗവാർത്ത മഹാദേവനെ കോപാകുലനാക്കുകയും തൻ്റെ ജട പറിച്ച് നിലത്തടിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് ഉഗ്രരൂപിയായ വീരഭദ്രനും ഒപ്പം ഭദ്രകാളിയും ജനിച്ചു. ശിവന്റെ ജടയിൽ നിന്ന് രൂപം കൊണ്ട വീരഭദ്രനും ഭൂതഗണങ്ങളും ശിവന്റെ നിർദ്ദേശപ്രകാരം യാഗഭൂമിയിലെത്തി. അവിടെ അക്രമം അഴിച്ചുവിട്ട് യാഗം മുടക്കി. തുടർന്ന് ഉഗ്രകോപിയായ വീരഭദ്രൻ ദക്ഷനെ വധിക്കുകയും തൻ്റെ ഉടവാൾ വലിച്ചെറിയുകയും ചെയ്തു. ഈ ഉടവാൾ വീണ സ്ഥലമാണ് വയനാട് മാനന്തവാടിയിലെ മുതിരേരിയെന്ന സ്ഥലമെന്ന് വിശ്വസിച്ചു വരുന്നു. യാഗഭൂമിയിലെ മഹാദേവന്റെ കോപാഗ്നി 3 ലോകങ്ങളും ഭയവിഹ്വലമായി മാറി. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കുവാൻ ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവഗണങ്ങൾ ശിവന്റെ അടുത്തെത്തി ശിവകോപം ശമിപ്പിക്കുവാൻ പ്രാർത്ഥിച്ചു. അവരുടെ അഭ്യർത്ഥന മാനിച്ച് മഹാദേവൻ ശാന്തമായി ദക്ഷനെ പുനർജീവിപ്പിച്ചു. ചിന്നിച്ചിതറിയ തലയുടെ ഭാഗത്ത് ഒരു ആടിൻ്റെ തല ചേർത്തുവെച്ച് ജീവൻ നൽകി. അജശീർഷനായ ദക്ഷൻ അങ്ങനെ യാഗം മുഴുവിപ്പിച്ചതായുമാണ് ഐതിഹ്യം. സതീദേവി ജീവത്യാഗം ചെയ്ത സ്ഥലത്തിന് സമീപം ഭഗവാൻ സ്വയംഭൂവായി സാന്നിധ്യം ചെയ്തു. പെരുമാളിൻ്റെ സ്വയംഭൂവായ ഇടമാണ് അക്കരെ കൊട്ടിയൂരിലെ മണിത്തറ. സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ ഉർവര ഭൂമിയാണിത്. പതി പത്നി ബന്ധത്തിൻ്റെ തീവ്രത ഒരു ജനതയെ ബോധ്യപ്പെടുത്തുന്നതാണ് പുരാവൃത്തം. കൊട്ടിയൂരിലെ പ്രാധാന്യത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.